ആദ്യം അഡ്മിൻ തന്നെ പറ. ഏറ്റവും ഡിസർവിംഗ് കണ്ടസ്റ്റ് നമുക്ക് തോന്നിയത്, കാരണം ഗെയിം, കണ്ടന്റ്, സ്പേസ്, അവിടെ നിന്ന് എല്ലാവരെക്കാട്ടും ബെറ്റർ ജാസ്മിനായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഒരു കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ, എന്നാൽ നമ്മൾ ഫാൻ ബേസ് സപ്പോർട്ട് ജാസ്മിൻ സൂപ്പർ. അന്ന് ഗെയിമൊക്കെ നന്നായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും വലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 5 എത്തിക്കാൻ വേണ്ടി പറ്റി ഏക ലേഡി കണ്ടസ്റ്റൻറ്റ് അത് ജാസ്മിൻ തന്നെയായിരുന്നു. നല്ല ഗെയിമും കാര്യങ്ങളൊക്കെ ഡിസർവിംഗ് ഫോട്ടോയിലായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സീസൺ 6 ജാസ്മിൻ്റെ പേരല്ലാതെ ഇപ്പോൾ ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും അവിടെ ജാസ്മിൻ്റെ പേര് ഇപ്പോൾ വേറൊരാൾ സംസാരിക്കുകയാണെങ്കിൽ പോലും അവിടെ ജാസ്മിൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ പോസ്റ്ററിൽ ജാസ്മിൻ്റെ ഫോട്ടോ ഇട്ടാലേ വ്യൂവേഴ്സ് കൂടും. ജാസ്മിനായിരുന്നു ഏറ്റവും അവരുടെ കണ്ടന്റുകളൊക്കെ ജാസ്മിൻ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ നമ്മൾ ഒരു തേർഡ് പൊസിഷൻ നമുക്ക് അക്സെപ്റ്റിംഗ് ആണ്. അതിപ്പോൾ എല്ലാ സീസണിലും ഉണ്ടാകുന്നല്ലോ. ഇപ്പോൾ ഏത് സീസണിൽ ഇല്ലാത്ത ഇപ്പം നോക്കി തന്നെ പോയ സീസണിൽ പല വ്യക്തികളുണ്ടാകും. അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് സീനായിപ്പോയി. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ മലയാളികൾക്ക് ഇതിനപ്പുറം ചെയ്യുന്ന എന്തെല്ലാം ആൾക്കാർ ഇത്രയും ഒരു അതിനും വേണ്ടി ആ കുട്ടി അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ലോകത്ത് പീഡിപ്പിച്ചിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ പല ക്രൂരത ചെയ്ത ആൾക്കാർക്ക് പോലും ഇത്രയും സൈബർ അറ്റാക്ക് ലോകത്ത് കിട്ടിയിട്ടില്ല. ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിനപ്പുറം സൈബർ അറ്റാക്കാണ്. ഈ വലിച്ചു കീറാനാണ് ശ്രമമെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ്. അത് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ കാണാൻ പോകും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഈ 100 ദിവസം ഏറ്റവും കൂടുതൽ അവിടെ സ്ട്രഗിൾ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺസിൽ കയറി വന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ്. ഇവിടുത്തെ പുറത്ത് പിന്നെ മീഡിയാസ് അവരും ഈ നെഗറ്റിവിറ്റിയിൽ ഭയങ്കര പങ്കുണ്ട്. പ്രമുഖരായ പല മീഡിയാസും അവരുടെ കണ്ടന്റിനും കാര്യങ്ങൾക്കും വേണ്ടി ജാസ്മിൻ യൂസ് ചെയ്ത് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ അവരും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഈ ഷോയിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോയുടെ ഒരു ഇപ്പം TRP റേറ്റിംഗ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്കുള്ള ഒരു വരുമാനത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ജാസ്മിൻ്റെ പങ്ക് വലുതാണ്. ഈ ഷോ എന്നറിയപ്പെടുന്ന ജാസ്മിൻ വരെ അറിയപ്പെട്ടാൽ ഇപ്പോൾ ഒരാൾ പറയാണ് ബിഗ് ബോസ് സീസൺ 6 അത് അറിയപ്പെടുന്ന ജാസ്മിൻ്റെ വരെ അറിയപ്പെടും. ജാസ്മിൻ എന്ന ഒരു ഇതായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. ആ ഒരു ഷോയുടെ എത്ര വർഷം കഴിഞ്ഞാൽ സീസൺ 6 എന്ന് ചോദിച്ചാൽ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി അവരുടെ പേര് മാത്രമാണ് അറിയപ്പെടുന്നത്. വിന്നറിന്റെ പേര് പോലും ചിലപ്പോൾ മറക്കാം. പക്ഷെ ജാസ്മിന്റെ പേര് ആരും മറക്കില്ല. അത് നെഗറ്റീവോ പോസിറ്റീവോ ഫെയിം കിട്ടാന്ന് വെച്ചാൽ അതൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഗബ്രിയുടെ ആ ഒരു പുറത്ത് പോക്കും കാര്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നിട്ട് ജാസ്മിനെ ഇച്ചിരി ഡൗൺ ആയിപ്പോയെങ്കിൽ പിന്നെ കയറി വന്നായിരുന്നു. പിന്നെ ഗെയിമൊക്കെ അവിടെ ഉള്ളവരുടെ കാട്ടിയും ബെറ്റർ ഗെയിമിംഗ് ജാസ്മിൻ ഗെയിം കളിച്ച് പോയിട്ടുണ്ട്. അതിനൊക്കെ സംബന്ധിച്ചു എൻ്റെ സ്ഥലം കൊല്ലമാണ്. നമ്മൾ വർക്കല്ലേ, നമ്മൾ ഇന്നലെ തൊട്ട് ജാസ്മിനെ കോൺടാക്ട് ചെയ്തായിരുന്നു. നമുക്ക് റീപ്ലൈ ഒക്കെ കിട്ടിയായിരുന്നു. റെസ്പിൻ നമുക്ക് റീപ്ലൈ തന്നായിരുന്നു, കിട്ടിയായിരുന്നു. പിന്നെ വെയിറ്റിംഗ് ആണ്, വരും. പിന്നെ ഒന്നേ പറയാനുള്ളൂ, എല്ലാം കഴിഞ്ഞു, ഗെയിമും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ആ കുട്ടിയെ എല്ലാവരും വെറുതെ വിടാം, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഓൺലൈൻ മീഡിയാസും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആ പെൺകുട്ടി ഇനി സൈബർ അറ്റാക്കും ബുള്ളിങ് നേരിട്ട് കഴിഞ്ഞു. ഇനിയെങ്കിലും അതൊക്കെ ഗെയിമും തീർന്നു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയെങ്കിലും ആ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം.